ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം റമദാൻ മാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ഈ 27-ാം രാവെന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പോരിശേറിയ ഒരു ദിവസമാണ് അല്ലേ, എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെറിയൊരു നോമ്പുതുറ നമ്മുടെ ഇത്താര വീട്ടിൽ വെച്ചിട്ട് നടത്തിയായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണ്, നോമ്പുതുറ വീഡിയോയാണ്. എന്തൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നിങ്ങളോടൊന്ന് പങ്കുവെക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ ദിവസം നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അതായത് ഇക്കയുടെ സഹോദരൻ സഹോദരി, അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇക്കയുടെ ഉമ്മ വാപ്പ എല്ലാവരുമായിട്ടൊരു കുഞ്ഞു നോമ്പ് തുറയാണ്. പിന്നെ നമ്മുടെ കാക്കയുടെ 2-3 ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കയുടെ ഉമ്മ മരണപ്പെട്ടിട്ട് 40 ദിവസം തികയുവാണ്. അപ്പം അതിൻ്റെയും കൂടെ ദുആയും ചെയ്തിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ നോമ്പ് തുറയാണ് ഇന്നത്തെ നമ്മുടെ 27-ാം രാവിൻ്റെ നോമ്പ് തുറ. നമ്മളിപ്പോൾ ചോറിലെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ അവിടെ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുവാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറ നടത്തുന്നതല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഷവർമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ. പിന്നെ ഇത് ചോറിനുള്ളതാണ്, കിസ്മിസ് അണ്ടിപ്പരിപ്പ്. ഈ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളം തിളച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കാക്ക ഉപ്പിട്ടായിരുന്നു. ആദ്യം നമ്മൾ ഈ വെള്ളത്തിൽ നല്ല തക്കോലം കറുവാപ്പട്ട ഒക്കെ ആഡ് ചെയ്ത് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള സേമിയാണ് ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചിക്കൻ വെക്കുന്നുണ്ട്. അത് നമ്മുടെ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ചോറാകെ നന്നായിട്ട് വെന്ത് നല്ല പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ചോറിൻ്റെ മുകളിലോട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുറച്ച് രമ്പയില, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതൊക്കെ ഇട്ട് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട് ചോറിൻ്റെ മുകളിൽ. അതിന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇറച്ചിക്കറിയില്ലേ, ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ടേസ്റ്റ് കിട്ടുന്നത് മാത്രമല്ല, എല്ലാവരുടെ പ്ലേറ്റിൽ നമുക്ക് ഇറച്ചിയുടെ ഇത് എത്തിക്കാൻ കഴിയും കേട്ടോ. ആർക്കെങ്കിലും കിട്ടിയില്ലേ എന്നുള്ള ടെൻഷനും വേണ്ട. പിന്നെ നല്ല സ്വാദും ആയിരിക്കും, എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഉള്ളിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു കളർഫുള്ളായിരുന്നു കേട്ടോ. ചോറ് കാണാൻ തന്നെ നല്ലൊരു കളർഫുള്ളായിരുന്നു. എൻ്റെ വീഡിയോയുടെ കുഴപ്പം കൊണ്ടാണ്, അതായത് ക്ലാരിറ്റി കുറവ് കൊണ്ടാണ് നമുക്ക് ഈ കളറ് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത. നല്ല ഭംഗിയായിരുന്നു കാണാൻ തന്നെ, അതുപോലെ തന്നെ നല്ല മണവും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരും. അതായത് ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ടേസ്റ്റ്, അതായത് വെറും ബിരിയാണി അല്ലെങ്കിൽ ആ കറി മാത്രം വീട്ടിൽ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ആയിരിക്കത്തില്ല. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അതൊരു വേറെയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണം, അപ്പോഴൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ കാക്ക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അറിയിക്കണം റെസിപ്പിയുടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ മെസ്സേജ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാനിത് ഫുൾ റെസിപ്പി പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇത് മയണൈസിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ മയണൈസിന് വേണ്ടിയിട്ട് മുട്ട എടുക്കുന്നതാണ്, മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. ഇത് മയണൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഷവർമ്മ ഉണ്ടാക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ സലാഡിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചീസ് തയ്യാറാക്കുവാണ്. നല്ല രീതിയിൽ ചീസ് നമ്മൾ തയ്യാറാക്കി എടുക്കുവാണ്. ഷവർമ്മയുടെ പുറത്ത് നമുക്ക് വേണ്ട മാവ് നമ്മുടെ മാമി അതിന് വേണ്ടിയിട്ട് എല്ലാം ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കും പോലെ പരത്തി എടുക്കുവാണ് അതിനെ. ഇവിടെ ചീസെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ മയണൈസ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അതൊരു പാനിലേക്ക് നമ്മൾ മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മൾ ചിക്കൻ നല്ല കുഞ്ഞു പീസാക്കി ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മയണൈസിലിട്ട് നമ്മൾ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസ് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് എടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും എടുക്കാം, പക്ഷേ ഇത് മിക്സ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് കൂടിയാണ്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കം, ക്യാബേജൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാവിലോട്ട് നമ്മളിതെല്ലാം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവിന് വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് ചീസിനെ ആഡ് ചെയ്ത് കൊടുക്കും. നല്ല രീതിയിൽ ക്രീമി ഫോമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് ആഡ് ചെയ്യുവാണ്. ഇത് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒരു ചെറിയ സ്പൂൺ വെച്ച് തന്നെ സ്ലോ ആയിട്ടൊന്ന് ആഡ് ചെയ്ത് നമ്മൾ എല്ലായിടത്തും എത്തിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത്
വിട്ട് പോരാതെ നമ്മൾ എങ്ങനെയാണോ ഷേപ്പാക്കി മടക്കിയെടുക്കുന്നത് ആ രീതിയിൽ ഇരിക്കത്തുള്ളൂ. ഇതിന് നമ്മൾ പൊട്ടറ്റോ നമ്മൾ അരിഞ്ഞ് വേവിച്ചെടുത്ത പൊട്ടറ്റോ ഉണ്ട്, അത് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് കേബേജും പിന്നെ കുറച്ച് ക്യാപ്സിക്കമും നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുവാണ്. അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് മയണൈസും, അതായത് നമ്മൾ മയണൈസിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ഫില്ലാക്കി. ഇത് ഇത്രയും നമ്മൾ ഫില്ലാണ് കേട്ടോ, ഇതിനകത്തുള്ള ഫില്ലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ പീസായിട്ട് ഫ്രൈ ചെയ്ത് പീസാക്കി വെച്ചതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഷവർമ്മയ്ക്കുള്ള എല്ലാ ഫില്ലിങ്ങും എല്ലാ കാര്യവും കഴിഞ്ഞ് ഇനി ഇതിനെ നമ്മൾ പൊട്ടി, അതായത് വിട്ടു പോരാത്ത രീതിയിൽ വേണം, നല്ല ഓവറാവാനും പാടില്ല, എങ്കിൽ നല്ല ഫില്ലിങ് കുറയാനും പാടില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പാകത്തിന് ആക്കിയതിന് ശേഷം ഇതിനെ നല്ല ഷേപ്പാക്കി മടക്കി ജസ്റ്റ് നമ്മൾ ബട്ടറിലാണ് കേട്ടോ ഇത് പൊരിച്ചെടുത്തത്. ബട്ടറിൽ ഇങ്ങനെ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് പൊരിച്ച് എടുക്കുകയാണ് ചെയ്തത്. നല്ല ഒരു ക്രിസ്മി ഫോമായിരുന്നു. അത് മാത്രമല്ല ചെറിയൊരു ബ്രൗണിഷ്, ഇങ്ങനത്തെ ഒരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നമുക്കത് എടുക്കാം. ഇതൊരു ചിക്കൻ തോരനാണ്, എൻ്റെ ഇത്താടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ തോരനാണ്. അങ്ങനെ നോമ്പ് തുറ സ്റ്റാർട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മുന്നിൽ കൊണ്ട് വെച്ചായിരുന്നു. നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസും നാരങ്ങ വെള്ളം ജ്യൂസ്, പിന്നെ മുന്തിരിങ്ങ, മൂസമ്പി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. നമ്മൾ നിസ്കരിച്ചതിന് ശേഷം എല്ലാവരും ബിരിയാണി കഴിച്ചു. നല്ല റാഹത്തായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നോമ്പുതുറ റാഹത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ നോമ്പിലെ ദുആയും എല്ലാം സ്വീകരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.